നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നിലം പരിശായതോടെ ഏറ്റവും അധികം തട്ട് കിട്ടിയത് കെ.സി. വേണുഗോപാലിനാണ്. കെ.സി. വേണുഗോപാലിനെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 2017 കെ.സി. വേണുഗോപാൽ AICC നേതൃത്വത്തിലെത്തിയതിനു ശേഷം കോൺഗ്രസ് വിട്ടുപോയ സീനിയർ നേതാക്കളുടെ ഒരു ലിസ്റ്റ് തന്നെ കെ.സി. വിരുദ്ധർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഗുലാം നബി ആസാദും കപിൽ സിബാലും ജ്യോതിരാദിത്യ സിന്ധ്യയും തുടങ്ങി അഭിഷേക് സിംഗ്വി വരെയുള്ളവരുടെ പേരുകളാണ് ആ ലിസ്റ്റിലുള്ളത്. കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കളെ ഗൗനിക്കാതെ അവരെ അവഗണിക്കുകയും അനുഭവ സമ്പത്തുള്ളവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന കെ.സി. വേണുഗോപാലിൻ്റെ നടപടിയാണ് കോൺഗ്രസിൻ്റെ ഈ തകർച്ചയ്ക്കും ദുസ്ഥിതിക്കും കാരണമെന്നാണ് കെ.സി. വിരുദ്ധർ വ്യാപകമായി ആരോപിക്കുന്നത്. മനീഷ് തിവാരിയെ പോലെയും ശശി തരൂരിനെ പോലെയും ഉള്ളവർ കെ.സി. വേണുഗോപാലിനെതിരെ വലിയ കലാപത്തിന് ഇപ്പോൾ കോപ്പ് കൂട്ടുകയാണ്. കെ.സി. വേണുഗോപാലിനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. കർണാടകയിലും തെലുങ്കാനയിലും ഹിമാചൽ പ്രദേശിലും മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് ഭരണമുള്ളത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം പാർട്ടി നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലാകട്ടെ സംസ്ഥാനങ്ങളിൽ സംഘടനയെ മെച്ചപ്പെടുത്താനുള്ള ഒരു കാര്യത്തിലും ഇടപെടുകയോ അതിനുവേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്യുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. സീനിയർ നേതാക്കളെല്ലാം പി. ചിദംബരം അടക്കമുള്ള എല്ലാ സീനിയർ നേതാക്കളും കെ.സി. വേണുഗോപാലിന് പ്രത്യക്ഷത്തിൽ തന്നെ എതിരാണ്. കേരളത്തിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഡൽഹിയിലിരിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലെന്നും കേരളത്തിൽ മാത്രമാണ് അദ്ദേഹം ശ്രദ്ധയൂന്നുന്നതെന്നുമാണ് പല നേതാക്കളും പറയുന്നത്. കെ.സി. വേണുഗോപാൽ വിചാരിച്ചിരുന്നെങ്കിൽ മുതിർന്ന നേതാക്കളെ പാർട്ടി വിടാതെ പിടിച്ചു നിർത്താമായിരുന്നു. ഗുലാം നബി ആസാദിനെ പോലൊരു ട്രബിൾ ഷൂട്ടർ പാർട്ടി വിട്ടത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായെന്നും ദേശീയ തലത്തിൽ എല്ലാ നേതാക്കളുമായും മറ്റ് കക്ഷികളുടെ എല്ലാ നേതാക്കളുമായും അടുത്തു ബന്ധമുള്ള ഗുലാം നബിയെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തിയത് കോൺഗ്രസിന് വലിയ ദോഷം ചെയ്തു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും അടക്കം പറയുന്നത്. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് കാര്യമായി ഒന്നും ചെയ്യാൻ തന്നെ കഴിഞ്ഞില്ല. മാത്രമല്ല, ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസ് തുടച്ചു മാറ്റപ്പെടുന്ന അവസ്ഥയിലാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള യാതൊരു ഫോർമുലയും യാതൊരു തന്ത്രവും പരിപാടികളും ഒന്നും കെ.സി. വേണുഗോപാലിൻ്റെയും ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെയും കയ്യിലില്ല. ഉള്ളവരെ വെറുപ്പിച്ച് പുറത്തു ചാടിക്കുന്ന പരിപാടിയാണ് കെ.സി. ചെയ്യുന്നതെന്നാണ് പല നേതാക്കളും കുറ്റപ്പെടുത്തുന്നത്. മനീഷ് തിവാരിയെയും ശശി തരൂരിനെയും പോലുള്ളവർ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നതും ഇതുകൊണ്ടാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് NDA സഖ്യം അവിടെ വൻ മുന്നേറ്റമുണ്ടാക്കിയപ്പോൾ, വലിയ വിജയം നേടിയപ്പോൾ തന്നെ കെ.സി. വേണുഗോപാലിൻ്റെ കസേര ശരിക്കും ആടിത്തുടങ്ങിയിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കരുണയിൽ മാത്രമാണ് കെ.സി. വേണുഗോപാൽ നിലകൊള്ളുന്നത്. എന്നാൽ എത്ര കാലം രാഹുൽ ഗാന്ധിക്ക് തൻ്റെ പിന്തുണ കെ.സിക്ക് നൽകാൻ പറ്റുന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള കലാപം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. പല നേതാക്കളും BJPയിലേക്ക് കൂടുമാറുമെന്നുള്ള ആരോപണം ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ പറന്നു കളിക്കുന്നുണ്ട്. ഏതായാലും കെ.സി. വേണുഗോപാലിനെ ഇനി തന്ത്രപ്രധാനമായ ഒരു ചുമതലയിൽ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയാൽ അതിന് വലിയ തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് പലരും പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ അനിഷ്ടം ഭയന്ന് ആരും അത് തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഏതായാലും കെ.സിക്ക് AICCയിലെ രണ്ടാമനെന്ന കസേരയിൽ ഇനി അധികകാലം ഇരിക്കാൻ കഴിയില്ല എന്നാണ് ഒരു പ്രമുഖ കേരള നേതാവ് നമ്മളോട് പറഞ്ഞത്. കെ.സിയുടെ ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിലെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് പൊതുവെ അണിയറ സംസാരം.